അല്ലല്ല, അങ്ങ് ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിച്ചു. ഇതാ അദ്ദേഹം തന്നെ, ഈ ദേശാഭിമാനിക്കാരൻ തന്നെ ഞാൻ പറയണ കേക്ക്, ഞാനല്ലേ പറയണത്. നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ദേശാഭിമാനി എന്നും കൈരളിയിലും വന്ന് എന്റെ പത്രസമ്മേളനം കലക്കണ്ട. ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്. ദയവ് ചെയ്ത് അതുകൂടി ഇല്ലാതാക്കരുത്. നിങ്ങൾ സാമാന്യ, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. നിങ്ങൾ അതല്ലല്ല, ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയാണ്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അറിയില്ല. അവര് പറഞ്ഞല്ലോ, അവര് വന്ന് രണ്ടാമത് പറഞ്ഞല്ലോ. നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമുള്ള നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു, തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. 1 രൂപ ഈ സർക്കാരിന് അതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല. 1 രൂപ വെറുതെ വാടകയ്ക്ക് എടുത്ത് മാസം 80 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന സാധനമാണ് ഉപയോഗിച്ചത്. ഞാൻ പറയട്ടെ, അങ്ങ് സംസാരിക്കല്ലേ പ്ലീസ്. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്? ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സതീശിന്റെ അടുക്കൽ പ്രതിപക്ഷത്തിന്റെ ഒരടവും ചെലവാകില്ല. ഇന്നിതാ പ്രതിപക്ഷത്തിനും മാപ്രകൾക്കും വേണ്ടത് കൊടുത്തു സതീശൻ. ഇക്കഴിഞ്ഞ ദിവസം മലബാറിൽ ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന സതീശന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വി ശിവൻകുട്ടി അടക്കം വി ഡി സതീശനെ ട്രോളിക്കൊന്നു. ചാടിക്കയറി പ്രതികരണത്തിന് വി ഡി സതീശൻ അപ്പോൾ ശ്രമിച്ചില്ല. ഇന്നിപ്പോൾ പ്രളയവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വി ഡി സതീശൻ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൊടുത്തു. ഒരു മുഖ്യമന്ത്രിക്ക് എന്താ ഭക്ഷണം കഴിക്കാൻ വയ്യേ? ആ ഭക്ഷണം കഴിച്ചത് തെറ്റായിപ്പോയോ എന്ന ചോദ്യത്തിന് മുന്നിൽ ദേശാഭിമാനി ലേഖകനടക്കം ഉത്തരം മുട്ടിപ്പോയി. പിന്നീട് കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളുമായി ഇറങ്ങിയ ദേശാഭിമാനി ലേഖകനെ അടിച്ചിരുത്തുകയായിരുന്നു വി ഡി സതീശൻ. നിങ്ങൾ കുറേ നേരമായി ചോദിക്കുന്നല്ലോ, ഇനിയൊന്നും മിണ്ടാതിരിക്കെ, ബാക്കിയുള്ളവരൊന്ന് ചോദിക്കട്ടെ. സംസ്ഥാനം പ്രളയക്കെടുതി നേരിടുമ്പോൾ താൻ ഭക്ഷണം കഴിച്ചത് തെറ്റായിപ്പോയോ എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദിച്ചത്. താൻ ഭക്ഷണം കഴിച്ചത് 3 മണിക്കാണ്. താൻ ഭക്ഷണം കഴിച്ചു എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ അതിഹീനമായ പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് അതീവഹീനവും മര്യാദകേടുമാണ്. രാവിലെ 5 മണി മുതൽ റവന്യൂ മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ജില്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ മന്ത്രിമാരും MLA-മാരും സ്ഥലത്തുണ്ടായിരുന്നു. ഒടുവിൽ 3 മണിക്കാണ് താൻ ഭക്ഷണം കഴിച്ചത്. 2018-ലെ പ്രളയകാലത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഭക്ഷണം കഴിക്കാതിരുന്നു, അന്ന് നിരാഹാരമായിരുന്നു. അന്ന് പിണറായി വിജയൻ നിരാഹാരമിരുന്നു എന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നാണ് വി ഡി സതീശൻ പരിഹസിച്ചത്. ഒരു മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നിപ്പോൾ തനിക്ക് മനസ്സിലായി എന്നും വി ഡി സതീശൻ ട്രോളി. താൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല. കൊച്ചിയിലെത്തിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിനെ കാണാനാണ് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോയത് എന്ന് വി ഡി സതീശൻ പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം കൊച്ചിയിലെത്തിയ സംഘത്തിന് ഞായറാഴ്ച ഡൽഹിയിലേക്ക് മടങ്ങണം. കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ തമിഴ്നാട് ശ്രമിക്കുമ്പോൾ താൻ അവരെ കാണാതിരുന്നാൽ സംസ്ഥാനത്തിന് ദോഷകരമാകും എന്ന് കരുതിയാണ് പെട്ടെന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോയത്. വന്ദേ ഭാരതിന് പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എങ്കിലും സമയക്കുറവ് മൂലമാണ് പിന്നീട് ഹെലികോപ്റ്റർ എന്ന് പ്ലാനിട്ടത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിലൂടെ സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ പോലും അധിക ചെലവുണ്ടായിട്ടില്ല.
പ്രതിമാസം 80 ലക്ഷം രൂപ വാടക നൽകി 25 മണിക്കൂർ സൗജന്യമായി പറക്കാൻ കരാറുള്ള ഹെലികോപ്റ്ററാണ് താൻ ഉപയോഗിച്ചത്. 25 മണിക്കൂർ ഉപയോഗിച്ചില്ലെങ്കിലും സർക്കാർ 80 ലക്ഷം രൂപ കൊടുക്കണം. ഈ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാമ്പത്തിക നഷ്ടത്തിന്റെ ചോദ്യമേ ഉദിക്കുന്നില്ല എന്ന് സതീശൻ വ്യക്തമാക്കി. തന്റെ യാത്രയെ വിമർശിക്കുന്നവർ പിണറായി വിജയന്റെ മുൻകാല യാത്രകൾ പരിശോധിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിന്റെ പണം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് നൽകിയതെന്നും വി.ഡി. സതീശൻ ആരോപിക്കുന്നു. കൊച്ചിയിൽ ചർച്ച നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിന്റെ പേര് വിവരങ്ങൾ വ്യക്തമാക്കാൻ പക്ഷേ സതീശൻ തയ്യാറായില്ല. അതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? ഇതായിരുന്നു സതീശന്റെ ചോദ്യം. നിക്ഷേപകരുടെ പേര് വലിച്ചിഴച്ച് ആ പദ്ധതി ഇല്ലാതാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. പദ്ധതിയിൽ അന്തിമ തീരുമാനം വരുമ്പോൾ നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ അവരെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മലപ്പുറത്തെത്തിയപ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ് സതീശൻ ഭക്ഷണം കഴിച്ചത്. അതിനും സതീശന് വിശദീകരണമുണ്ട്. മലബാറിൽ ഒരു വീട്ടിൽ ചെന്നാൽ അവിടുത്തെ സൽക്കാര രീതികളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. സതീശൻ്റെ വിശദീകരണം കേട്ട സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ ഇപ്പോൾ പച്ചയ്ക്ക് ചോദിക്കുന്നു, ഇതെന്താ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിച്ചാൽ കുഴപ്പം? അതെ, സതീശൻ പലരുടെയും കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രി ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നുണ്ടെന്നറിഞ്ഞാൽ അവർ 2 കറി കൂടുതൽ വയ്ക്കും. അതിലെന്താണ് തെറ്റ് എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. ഇതാണ് സതീശൻ്റെ മാജിക്. പറയാനുള്ളത് മുഖത്ത് നോക്കി പച്ചയ്ക്കങ്ങ് പറയും. പറയേണ്ട കാര്യങ്ങൾക്ക് നല്ല പഞ്ചിൽ മറുപടി കൊടുക്കും. ഇതുതന്നെയാണ് സതീശൻ്റെ പ്രത്യേകതയും. ചുരുക്കത്തിൽ സൽക്കാരത്തിലും ഹെലികോപ്റ്ററിലും തന്നെ വീഴ്ത്താൻ കഴിയില്ല എന്നിന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വി.ഡി. സതീശൻ അടിവരയിട്ട് പറയുന്നു. ഇതുതന്നെയാണ് ഉരുളക്കുപ്പേരി പോലെയുള്ള സതീശൻ്റെ മറുപടി മാജിക്. ഇതൊക്കെ കണ്ട സാധാരണ ജനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു, സത്യം, ഒരു മുഖ്യമന്ത്രി കഴിക്കാൻ വരുമ്പോൾ 1-2 കറികൾ കൂടുതൽ ഉണ്ടാക്കുക സ്വാഭാവികം. മുഖ്യമന്ത്രിക്ക് എന്താ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? പ്രളയ സമയത്ത് മുഖ്യമന്ത്രി നിരാഹാരം കിടക്കണോ എന്ന് ജനങ്ങൾ പരസ്പരം ചോദിക്കുന്നു. അതുതന്നെയാണ് സതീശൻ ഉദ്ദേശിച്ചതും. ചില അംഗനവാടി കുട്ടികൾ ചെയ്യുന്നത് പോലെ മാപ്രകൾ തിരിഞ്ഞും മറിഞ്ഞും ബഹളമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അക്ഷോഭ്യനായി അവരുടെ മുഖമടച്ച് നാവടച്ചു കൊടുക്കുകയാണ് ഇവിടെ സതീശൻ. അതുതന്നെയാണ് ദേശാഭിമാനി ലേഖകനും സംഭവിച്ചത്. അല്ലെങ്കിൽ പിന്നെ അടുത്ത നിയമസഭ കൂടുമ്പോൾ നിയമസഭയിൽ അവർ ഈ വിഷയം കൊണ്ടുവരട്ടെ. വെള്ളപ്പൊക്ക സമയത്ത് മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചു എന്നുള്ള വിവാദ വിഷയം ഇനി ഏതെങ്കിലും ബില്ല് സതീശൻ കൊണ്ടുവരുമോ ആവോ? പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിരാഹാരം കിടക്കണമെന്ന് വല്ല ബില്ലും കൊണ്ടുവരുമോ ആവോ? സഖാക്കൾക്ക് സന്തോഷിക്കാൻ മാപ്രകൾ ഓരോരോ വിവാദം കുത്തിപ്പൊക്കും. എന്നാൽ സതീശന്റെ കയ്യിൽ പന്തെത്തുമ്പോൾ അത് അടിച്ചു തെറിപ്പിച്ച് അവരുടെ നാവ് ഉളുക്കുന്ന മാതിരി മറുപടി കൊടുക്കും. എന്തായാലും മാധ്യമങ്ങളോട് വിശദമാക്കിയ വി.ഡി. സതീശൻ അഭിവാദ്യങ്ങൾ ചൊരിയുകയാണ് പലരും. ഇത്രയധികം മാധ്യമങ്ങളുടെ വായടപ്പിച്ച മറ്റൊരു മുഖ്യമന്ത്രിയില്ലത്രേ. പ്രളയക്കെടുതിയെ സർക്കാർ എങ്ങനെ നേരിടുന്നു എന്ന് കൃത്യതയോടെ ഇന്ന് സതീശൻ വിശദീകരിച്ചു. ഒപ്പം തനിക്കെതിരെ വന്ന വിവാദങ്ങളെ വി.ഡി. സതീശൻ പ്രതിരോധിച്ചതിങ്ങനെ. വി.ഡിയുടെ വാക്കുകൾ: There is an SOP to take action. When an alert is declared, orange alert or red alert is declared, there is an SOP to take procedures. They will communicate to all the disaster management authority, district collectors, the local bodies. There is a system for a red alert and another thing to take action, initial actions. There is a procedure. That procedure ഇത് നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയാൻ ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ല വെയിറ്റ്, ഞാൻ പറഞ്ഞു ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അറിയില്ല. അവര് പറഞ്ഞല്ലോ, അവര് വന്ന് രണ്ടാമത് പറഞ്ഞല്ലോ. നിങ്ങൾ ഒരാൾ സംസാരിക്കും പ്ലീസ്, ഒരാൾ സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞുതരാം. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്, രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട്
റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലല്ല വെയിറ്റ്, പിന്നെന്താ? ഞങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ മാച്ച്, എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമുള്ള നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചോ, തെറ്റുപറ്റിപ്പോയി, ഇനി പോലെ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. ഇതിനൊന്നും മറുപടി പറ. എന്ത് ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണം. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. അല്ല, ഇത് കഴിയട്ടെ, ഇതിന്റെ വിഷമം തീർക്കട്ടെ. അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ല, എല്ലാവരും ചോദിച്ചു. ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയരുത്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കരുത്. 3 മണിക്ക് ഞാൻ ഭക്ഷണം. കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, മലബാറിൽ ഒരു കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. മലബാറിലെ ഏതെങ്കിലും വീട്ടിലൊരു കാപ്പി കുടി, അവർ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടല്ല, ഞാനൊന്ന് വരുമെന്ന് പറഞ്ഞു, ഞാനൊന്ന് ഹരിദാസേട്ടൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ആ വീട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ 3 മണി വരെ എന്നെ കാത്തിരിക്കുക. ഞാൻ 3 മണിക്കാണ് എത്തിയത്. ഇതിൻ്റെ താമസവും കാര്യങ്ങളും ഓൺ ദ വേയിൽ മുഴുവൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇരിക്കുകയാണ്. പിന്നീട് മലബാറിലായിരിക്കും പ്രശ്നമെന്ന് പറഞ്ഞു. മലബാറിലെ കളക്ടർമാരെ മുഴുവൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞല്ല, മറ്റത് കഴിഞ്ഞല്ല. നിങ്ങൾ ആദ്യം അല്ലല്ല നിക്ക് നിങ്ങളൊന്ന് അങ്ങ് ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. പ്രതിപക്ഷ നേതാവ് അത് പറയുമല്ലോ. പ്രതിപക്ഷ എന്ത് അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിലോ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലോ എവിടെയെങ്കിലും എന്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് സ്വന്തം പേര് പൊക്കി പറയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാ. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാണ് ഞാൻ. 75,000 പേരെ ക്യാമ്പിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലും അത്രയും പേരെ നിയോജകമണ്ഡലത്തിന് പുറത്തും ക്യാമ്പിൽ താമസിപ്പിച്ച ആളാണ്. ആദ്യത്തെ 3 ദിവസം ഒരു മണി അരി പോലും വരാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെയും മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാണ് ഞാൻ. അദ്ദേഹം അന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ അന്നത്തെ പത്രസമ്മേളനത്തിൽ എന്തൊക്കെയായിരുന്നു? ഇതല്ലല്ലോ PM ശ്രീ, പുനർജനി, വേറെ കാര്യമൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത്. ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചെന്നാണ് എൻ്റെ തെറ്റ്. അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്നത്തെ ദിവസം. അന്ന് നിങ്ങളാരും ഇത് ചോദിച്ചില്ല. ഈ വെള്ളപ്പൊക്കം നടക്കുമ്പോഴാണോ നിങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പിണറായി വിജയനോട് നിങ്ങളാരും ചോദിച്ചില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്ന്. PMCയെ പറ്റിയും പുനർജനി പദ്ധതിയെ പറ്റിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഞാൻ ഭക്ഷണം കഴിച്ചു, എൻ്റെ തെറ്റ്. അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ഞാനിരുന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യണ്ടേ? അത് എവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഇതിലെത്തിയത്. മാധ്യമങ്ങളോട്
എൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോ 2-3 മണിക്കൂറും തരുമ്പം 3 മണിക്കൂർ കൂടുമ്പോൾ ഓഫീസിൽ നിന്ന് തരുന്നത്. വെയിറ്റ്. അതുകൂടാതെ റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി റവന്യൂ മന്ത്രി അന്നത്തെ ദിവസം 2 പ്രാവശ്യം ബ്രീഫ് ചെയ്തു. എല്ലാ വിവരങ്ങളും നമ്മളെടുത്ത ഈ നടപടികൾ, കളക്ടറെ ബന്ധപ്പെടുന്നത്, നമ്മൾ NDRFൻ്റെ ഫോഴ്സിനെ കൊണ്ടുവരുന്നത്, നമ്മൾ നേവിയുടെ ഹെലികോപ്റ്റർ ട്രൈ ചെയ്യുന്നത്, കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് മുതലപ്പുഴയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം നിങ്ങളോട് ബ്രീഫ് ചെയ്തിരുന്നു. നിങ്ങൾ എന്നിട്ട് വെറുതെ വാർത്ത ഉണ്ടാകും. അല്ലല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചാൽ മതി. ഇല്ല, വേറെ ഏതെങ്കിലും വിഷയം ചോദിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാം. ഇതാ അദ്ദേഹം തന്നെ, ഈ ദേശാഭിമാനിക്കാരൻ തന്നെ ഞാൻ പറയണ കേക്ക്, ഞാനല്ലേ പറയണത്. നിങ്ങളിങ്ങനെ വന്ന് ഈ ദേശാഭിമാനി എന്നും കൈരളിയിലും വന്ന് എൻ്റെ പത്രസമ്മേളനം കലക്കണ്ട. ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്. ദയവീത് അതുകൂടി ഇല്ലാതാക്കരുത്. നിങ്ങൾ സാമാന്യ, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. നിങ്ങൾ അതല്ലല്ല, ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. 1 നിക്ക് 2 നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാർ വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കണേ. ഞാൻ എൻ്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയരുത്. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാർട്ടി സമ്മേളനത്തിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഔദ്യോഗികമായ ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. 1 രൂപ ഈ സർക്കാരിന് അതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല. 1 രൂപ വെറുതെ വാടകയ്ക്ക് എടുത്ത് മാസം 80 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന സാധനമാണ് ഉപയോഗിച്ചത്. ഞാൻ പറയട്ടെ, അങ്ങ് സംസാരിക്കല്ലേ പ്ലീസ്. അവിടേക്ക് താങ്കളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പ്രദേശത്ത് മലപ്പുറം ജില്ലയിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു വെള്ളിയാഴ്ച 5 പേര് ദുരന്തത്തിൽ മരിച്ച പ്രദേശത്ത് പോകാതെ താങ്കൾ അതിന്റെ അരികിലൂടെ തന്നെയാണ് താങ്കൾ പോയിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്താവളം അവിടെ നിങ്ങൾക്ക് ഇറക്കി ആ വണ്ടൂർ പോയി ആ കുടുംബത്തെ നിങ്ങൾക്ക് കാണാമായിരുന്നു. അങ്ങ് ഇവിടെ വന്നിരുന്നു പ്രസംഗിക്ക്. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറ. ഇനിയിപ്പോ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരുടെ പേര് കൂടി വലിച്ചഴക്കുക. അതെ, അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിൻ്റെ അത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം.
മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തല്ലേ? ചോദിക്കും. വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് എല്ലാ നദികളിലും മണ്ണടിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തിന് ശേഷം. അതുപോലെ ഡാമുകളിലും മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഡാമുകളുടെ കപ്പാസിറ്റി ഗൗരവമായിട്ട് കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യാനും നദികളിലെ മണൽ മാറാനും വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയിരുന്നു. അതായത് ചെറിയ മഴ പെയ്താൽ പോലും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊങ്ങുവാണ്. ഒരു ആക്ഷനും കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എടുത്തിട്ടില്ല. ഒരു ആക്ഷനും 8 കൊല്ലമായിട്ട്. ഏത് അല്ലെ എങ്ങനെ ഈ മണ്ണടിച്ച് മാറ്റാനാ? ചെയ്തില്ലെന്നേ. നമ്മളാരും പറഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അസംബ്ലിയിൽ മണ്ണ് മാറ്റണം. കാരണം ഞാൻ സാൻഡ്വിച്ചറായിട്ടാണ് കിടക്കുന്നത്. പറവൂർ കോൺസ്റ്റിറ്റ്യുവൻസി പോലും 2 സ്ഥലത്തും പെരിയാറാണ്. ഒരു ചെറിയ മഴ പെയ്താൽ അപ്പോൾ വെള്ളം പൊങ്ങും. കാരണം ഈ മണ്ണ് അന്ന് വന്ന് അടിഞ്ഞ മണ്ണ് മാറ്റിയേ മതിയാവും. ഞങ്ങൾ മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് പോകും. അതുപോലെ ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യുകയും ചെയ്യും. ഈ പുഴയിൽ വന്നടിഞ്ഞിരിക്കുന്ന മണ്ണുകൾ മാറ്റുകയും ചെയ്യും. അവരുമായിട്ട് മന്ത്രി 3 പ്രാവശ്യം ചർച്ച നടത്തി. ഞാൻ ചർച്ച നടത്തി. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം എല്ലാ വേക്കൻസികളും കമ്പൾസറി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്ത ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിനെതിരെ നടപടിയെടുക്കുന്ന. കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ടെങ്കിലും ആ വേക്കൻസി ഫില്ല് ചെയ്യും. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളാണ്. ഡിവിഷനുകൾ കുറയുകയാണ്. കുട്ടികളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഡിവിഷൻ ഫോളാണ്. ഡിവിഷൻ ഫോള് വരുമ്പോൾ നിലവിലുള്ള അധ്യാപകരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. വേണ്ടേ? അവരുടെ ജോലി കളഞ്ഞാൽ അവരോട് വീട്ടിൽ പോകാൻ പറയാൻ പറ്റുമോ? നിലവിലുള്ള അധ്യാപകർ 10-20 കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പം അവരുടെ ഡിമാൻഡ് ഇപ്പോൾ മുതലല്ല, കുറേ നാളുകളായിട്ട് അവരുടെ ഡിമാൻഡ് വിദ്യാർത്ഥി അധ്യാപക റേഷ്യോ കുറയ്ക്കണമെന്നാണ്. അപ്പം ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു 2 മാസം സമയം തരണം, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. കാരണം ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പം ഗവൺമെൻറ് സെക്ടർ മാത്രമല്ല, അധ്യാപകരുടെ അനുപാതം വർദ്ധിച്ചാൽ അധ്യാപകരുടെ എണ്ണം ഭയങ്കരമായി വർദ്ധിക്കും. സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എത്രയാണെന്ന് തിട്ടപ്പെടുത്തണം. മാത്രമല്ല ഗവൺമെൻറ് സെക്ടറിൽ ചെയ്താൽ ഉടനെ ഈ എയ്ഡഡ് സെക്ടറിലേയും വരും. എയ്ഡഡ് സെക്ടറിൽ ഇതേ പ്രശ്നം വരും. എയ്ഡഡ് സെക്ടറിലെ അധ്യാപകരെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അവിടെയും ഈ ആളുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പം ഞങ്ങൾക്കൊന്ന് പഠിക്കാനുള്ള സമയം വേണം എന്ന് ഞാൻ വിളിച്ച് ചർച്ച ചെയ്തിരുന്നു. മന്ത്രി 3-4 പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അവർ സമരം പിൻവലിക്കാൻ തയ്യാറായില്ല. സമരം ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇനിയും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യും. അല്ല, അതിനു മുമ്പ് തന്നെ ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോടെല്ലാം രാജിവെക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു രാജിവെക്കാൻ. നേരത്തെ തന്നെ ഒരു സർക്കുലർ പോയിരുന്നു. രാജിവെച്ചില്ല. ഇപ്പം രാജി തന്നിട്ടുണ്ട്. അല്ല, നമ്മൾ നമ്മളൊരു മര്യാദയാണ് എല്ലാവരോടും കാണിച്ചത്. എല്ലാവരും ആളുകളെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഉള്ളൊരിത് വന്നു. ഇത് ഹൈക്കോടതി നമ്മുടെ ഈ പ്രോസിക്യൂഷൻ സാങ്ഷനിലുള്ള നമ്മുടെ അനുമതി ഹൈക്കോടതിയിൽ പെൻഡിങ് ആണ്. നമ്മൾ കൊടുത്തു അനുമതി. ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ആ പരാമർശം വന്നപ്പോൾ തന്നെ നമ്മൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിയും വെച്ചു. ഒരു ആശയക്കുഴപ്പമില്ല. അതിനൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ആ ക്യാബിനറ്റ് നിങ്ങൾ കൊടുത്ത വാർത്തയാണ്, ഒരു തർക്കമില്ല. ക്യാബിനറ്റ് സബ് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന് റെക്കമെൻഡ് ചെയ്യും. പിന്മാറാൻ പറ്റില്ല. MOU ആണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ വാർത്ത അവിടെ കൊടുത്തത്. പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ MOUയിലെ പ്രൊവിഷൻ വായിച്ചതല്ലേ. പിന്മാറാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇപ്പം അതാണ് ആക്ഷേപം അല്ലേ CPMന്റെ. ഇവർക്കങ്ങ് പിന്മാറിയാൽ പോരായിരുന്നു. അത് നിങ്ങൾ ചോദിച്ചില്ല അവരോട്. അവർക്കങ്ങ് 7 മാസം 8 മാസമോ അവരുടെ ഒരു കമ്മിറ്റി, ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ട് കൂടുക പോലും ചെയ്തില്ല. പിന്മാറാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പിണറായി സർക്കാരിന് പിന്മാറായിരുന്നല്ലോ. നിങ്ങൾ ആ ചോദ്യം അവരോട് ചോദിച്ചില്ല. പിണറായി വിജയൻ വന്ന് ഇവിടെ PM ശ്രീ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറാൻ അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പിണറായി സർക്കാർ പിന്മാറിയില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയട്ടെ. അല്ല, അത് ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ.
ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ, ഞങ്ങൾ വന്നപ്പോഴല്ലേ അത് കറക്റ്റ് ചെയ്തല്ലോ, പിറ്റേ ദിവസം കറക്റ്റ് ചെയ്തല്ലോ. അതെങ്ങനെ? ഞങ്ങൾ ചർച്ച ചെയ്യുമല്ലോ, ഞങ്ങൾ ചർച്ച ചെയ്ത് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഞാൻ നിങ്ങളോട് 2 പ്രാവശ്യം പറഞ്ഞു, ക്യാബിനറ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് തീരുമാനം എടുക്കും. 7-8 മാസം അവർ വെച്ചല്ലേ, ഇപ്പൊ നമ്മൾ 1 മാസമല്ലേ കഴിഞ്ഞത്. അത് അദ്ദേഹം പിറ്റേ ദിവസം UDF പല കാര്യവും ചർച്ച ചെയ്യും. അരെ അതിൻ്റെ അകത്തൊരു നടപടിക്രമങ്ങൾ ഒന്നും കൂടി പരിശോധിക്കണം. അതിനകത്ത് കോടതി ഒരു ക്ലിയറൻസ് കൂടി കിട്ടണം നമുക്ക്. ഇന്ന് മതിയല്ലോ, ബാക്കി എല്ലാം കൂടി ഇന്ന് ചോദിക്കണ്ട.